തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലെത്തി ആ ട്രെയിനിൽ കുഞ്ഞ് കയറി എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നെയ്യാറ്റിൻകരയും പാറശാലയും പിന്നിട്ടതിന് ശേഷം മുന്നോട്ടേക്ക് നാഗർകോവിൽ വഴി കന്യാകുമാരിയിൽ എത്തിച്ചേർന്ന ട്രെയിനിൽ കുഞ്ഞ് കന്യാകുമാരിയിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. പുലർച്ചെ 5:30 കുഞ്ഞിനെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കണ്ടു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. അവിടെയുള്ള CCTV-കൾ മുഴുവൻ പരിശോധിക്കുമ്പോഴും ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അന്വേഷണ വഴിയിൽ നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. ഇനി അറിയേണ്ടത് നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം പാറശാലയ്ക്ക് ശേഷം തൊട്ടടുത്ത വലിയ സ്റ്റേഷനായ നാഗർകോവിലിൽ മറ്റ് യാത്രക്കാർ ഇറങ്ങിയതിനൊപ്പം ഈ കുഞ്ഞിറങ്ങിയിട്ടുണ്ടോ എന്നതാണ്. എതിർവശത്തിരുന്ന നവ്യയും അതുപോലെ തന്നെ ബബിതയും ഒക്കെ ഇറങ്ങുന്നതിനൊപ്പം അവർ ഇറങ്ങിയ സ്റ്റേഷനിൽ ഇറങ്ങാൻ ഈ കുഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടോ എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുഞ്ഞിൻ്റെ ചിത്രം ആ സീറ്റിൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് ബബിതയിൽ നിന്നാണ്. ബബിത ആ ചിത്രം എടുക്കുന്ന വേളയിൽ നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ പോകുന്ന വേളയിലാണ്. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റേഷനായ പാറശാലയിൽ ഇറങ്ങുമ്പോൾ നവ്യ ഈ കുഞ്ഞിനെ കണ്ടിരുന്നുവെന്നാണ് പറയുന്നത്. നവ്യയോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. നവ്യ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഈ കുഞ്ഞ് കന്യാകുമാരിയിൽ എത്തിയതായി ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നവ്യ പറയുന്ന കാര്യങ്ങൾ ഈ അന്വേഷണത്തിനും ഏറെ സഹായകമാകും. നവ്യ പാറശാലയിലല്ലേ ഇറങ്ങിയത്? അതെ, ഞാൻ പാറശാലയിൽ ഇറങ്ങി. പാറശാലയിൽ ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞ് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റോ? ഇല്ല, ആ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയതിനു ശേഷം നോക്കിയായിരുന്നു ഒന്ന്. അപ്പൊ ആ കൊച്ച് ആ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇരുന്ന ഭാഗത്ത് ഈ കുഞ്ഞിന്റെ എതിർവശത്തല്ലേ ഇരുന്നിരുന്നത്? അതെ, ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടെ മറ്റാരെങ്കിലും ഇരിപ്പുണ്ടായിരുന്നോ ഈ കുഞ്ഞ് ഇരുന്ന ഭാഗത്ത്? ഉണ്ടായിരുന്നു. 2 ആണുങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് അവര് വിൻഡോ സീറ്റ് ആയിരുന്നു. ഈ കൊച്ചു വന്ന് ഇങ്ങോട്ട് നീങ്ങിയായിരുന്നു. ഏത് പ്രായത്തിലുള്ള ആളുകളായിരുന്നു? പ്രായം വന്നിട്ട് എങ്ങ സ്റ്റേജ് അല്ല, എന്തായാലും കുറച്ച് പ്രായം തോന്നിക്കും. അവർ കുടുംബമായിട്ടായിരുന്നോ അതോ ഒറ്റയ്ക്കുള്ള പുരുഷന്മാരായിരുന്നോ? ഒറ്റയ്ക്കുള്ളതായിരുന്നു, എന്താ ഫാമിലി ആയിട്ടൊന്നുമല്ല. 2 പുരുഷന്മാർ അതേ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അതെ. നവ്യ ഇറങ്ങുന്നത് പാറശാലയിലാണ്. അത് കഴിഞ്ഞ് ഈ ട്രെയിൻ മുന്നോട്ടെടുക്കുമ്പോഴും കുഞ്ഞാ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നിങ്ങൾ ഇരുന്ന ഭാഗത്ത്, അതായത് നവ്യയും ബബിതയും ഒക്കെ ഇരുന്ന സീറ്റിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ ഇരുന്നപ്പോൾ തന്നെ അവിടെ 2 ചേട്ടന്മാര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബബിത നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി, നമ്മൾ വന്നിട്ട് പാറശാലയിൽ ഇറങ്ങി. അടുത്ത് അവർ 2 തന്നെ ഉള്ളുവായിരുന്നു, അടുത്ത് ഈ കുഞ്ഞും. അതായത് ആകെയുള്ള 8 സീറ്റുകൾ, ജനലിനോട് ചേർന്നുള്ള 2 സീറ്റുകൾ, അതോടൊപ്പം നിങ്ങൾ ഇരുന്ന ഭാഗത്ത് 3 വീതം ഇരിക്കാവുന്ന ആ 8 സീറ്റുകൾ ഉള്ള ഇടത്ത് 2 പേർ മാത്രമാണ് ഈ കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്നത്. അതെ. ഈ കുഞ്ഞ് ഇരിക്കുന്നതിന്റെ എതിർവശത്തായി ഇരിക്കുന്ന ആളെ അത് ഈ ചിത്രത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ മാത്രമാണോ ബബിത എടുത്തത്? അതെ, ഈ ഒരു ഫോട്ടോ മാത്രം എടുത്തത്. അപ്പോൾ ഈ കുഞ്ഞിരിക്കുന്നതിന്റെ വലതുവശത്ത് ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്, ഒരു ചെക്ക് ഷർട്ട് ഇട്ട ആൾ. ആ കമ്പാർട്ട്മെന്റ് മൊത്തം ബോയ്സ് ആയിരുന്നു. ബാക്കിൽ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നിട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ളവരൊന്നും അല്ല, വേറെ നാട്ടിലുള്ളവരാണ്. അന്യസംസ്ഥാനക്കാരായ ആളുകളാണ്. അതെ. മലയാളി, അതായത് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 ചേട്ടന്മാർ, അവർ മലയാളികളാണോ? അവർ സംസാരിക്കുന്നത് കേട്ടിരുന്നോ? അല്ല, അവര് സംസാരിക്കുന്നത് കേട്ടില്ല. പക്ഷെ നമ്മളെ പുറകിലിരുന്നവര് വന്നിട്ട് മലയാളീസ് അല്ലായിരുന്നു. മനസ്സിലായില്ല നവ്യ. ആ ഇരുന്ന ആളുകൾ സംസാരിച്ചതേ ഇല്ല? അല്ല, സംസാരിച്ചില്ല. അവര് വന്നിട്ട് അവരെ പാട്ടിനിരുന്നിട്ട് പോയി. ബാക്കിലിരുന്നവരാണ് വേറെ സംസ്ഥാനത്തുള്ളവരായിട്ട് തോന്നിയത്. അവര് എന്താണ്, ഹിന്ദിയാണോ പറഞ്ഞത്? ഹിന്ദിയാണോ പറഞ്ഞത്? എന്തോ ഒരു ലാംഗ്വേജ് ആണ്, പക്ഷെ മലയാളവും തമിഴുമല്ല. അപ്പോൾ ഈ കുഞ്ഞിന് വേണമെങ്കിൽ, അതായത് അസമീസ് ആണ് ഈ കുഞ്ഞിന് ആകെ അറിയാവുന്ന ഭാഷ, ഈ കുഞ്ഞിന് മറ്റ് യാത്രക്കാരോട് ആരോടെങ്കിലും നിങ്ങൾ ഇറങ്ങിയതിനു ശേഷം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നവ്യയോട് ചോദിക്കുന്നത്. നമ്മൾ ഇറങ്ങണത് വരെ ആ കൊച്ചു ആരോടത്തും ഒന്നും മിണ്ടിയിട്ടുമില്ല. ആ കൊച്ചു അങ്ങനെ അവിടെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നേ. ട്രെയിനിലെ ബാത്റൂം ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും പോയില്ല? ഇല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇറങ്ങണ വരയ്ക്കും ആ കൊച്ചു അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നവ്യ എവിടുന്നാ? തിരുവനന്തപുരത്തു നിന്നാണോ കയറിയത്? അതെ, തമ്പാനൂർ സെൻട്രലിൽ നിന്നാണ്. തമ്പാൻ. അപ്പോൾ ട്രെയിനിൽ നിങ്ങൾ കയറി വന്നിരിക്കുമ്പോൾ എതിർവശത്ത് ഈ കുട്ടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കയറി വന്നിരിക്കുമ്പോൾ ഈ കൊച്ചുണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിൽ. അവിടെ എത്ര നേരമാണ് സ്റ്റോപ്പ് ഉള്ളത് ട്രെയിന്? അത് അറിയില്ല, 10 മിനിറ്റ് ഒക്കെ നിർത്തിയിരുന്നെന്ന് തോന്നുന്നു. 10 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അവസാനം ട്രെയിൻ എടുക്കുന്നതിന് തൊട്ട് മുൻപ് ഓടി കയറുകയായിരുന്നോ? അല്ല, നമ്മൾ കേറിയിട്ട് അവിടെ വന്ന് കേറി കുറെ ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേറിയ സമയത്ത് നമ്മൾ ആ സീറ്റിൽ പോയി ഇരുന്നിട്ട് ആ കൊച്ചു അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പോയി ഫ്രണ്ടിൽ ഇരുന്നതും ആ കൊച്ച് അവിടെ ഇരുന്ന്.
സാധാരണ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളെ പോലെയാണോ നവ്യക്ക് തോന്നിയത്? അങ്ങനെയാണ് തോന്നിയത്. കൊച്ചു അത്ര ഡെയിലി പോയി വരുന്നത് പോലെ തന്നെ അത്ര പേടിയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരുന്നേ. അതിന്റെ കുഞ്ഞിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നല്ലേ? ബാഗ് ഉണ്ടായിരുന്നു, കുറച്ച് കാശും കയ്യിലുണ്ടായിരുന്നു. ആ കൊച്ചു കാശിനെ പൊട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അതെ. കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് വീട്ടിലുണ്ടായിരുന്ന ഒരു 50 രൂപയാണ് എടുത്തുകൊണ്ട് പോയതെന്നാണ്. അതിൽ കൂടുതൽ കണ്ടിരുന്നോ? ഇല്ല, ഒരു 50 രൂപ നോട്ട് അല്ലാതെ ഒരു 10 രൂപ 20 രൂപ എന്തോ കയ്യിലിരുന്നു. അത് ശ്രദ്ധിച്ചില്ല, പക്ഷെ കാശ് കയ്യിലുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ഒരു ബസ് ടിക്കറ്റ് ആയിരുന്നു അല്ലേ കയ്യിലുണ്ടായിരുന്നത്? എന്തോ ഒരു പേപ്പർ പോലെ എന്തോ ഇരുന്ന് ടിക്കറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രെയിൻ ടിക്കറ്റ് ചോദിക്കാൻ അല്ലെങ്കിൽ ടി ടി അങ്ങനെയൊന്നും ആ ബോഗിയിലേക്ക് വന്നതേ ഇല്ല? അല്ല, ആരും വന്നില്ല അവിടെ. നിങ്ങൾ കയറിയത് ഏത് കമ്പാർട്ട്മെന്റ് ആണ്? ഏത് നമ്പറാണ്? ജനറൽ ആണ്. അതൊന്നും അറിയില്ല. ജനറൽ ആണ് കയറിയത്. ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. അതെ. നിങ്ങൾ കയറുമ്പോൾ ആ ട്രെയിനിൽ ആ സീറ്റിൽ എതിർവശത്തെ സീറ്റിൽ ഈ കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു? അതെ. പാറശാലയിൽ ഇറങ്ങിയതിന് ശേഷം ട്രെയിൻ പുറത്തു വന്നതിന് ശേഷം ജനലിലൂടെ നോക്കിയോ നവ്യ കുഞ്ഞ് അവിടെ ഉണ്ടോ എന്ന്? ഇറങ്ങിയ ശേഷം ഞാൻ ജനൽ വഴി നോക്കിയായിരുന്നു. അപ്പൊ ആ കൊച്ചു അവിടെ ഉണ്ടായിരുന്നു. ട്രെയിൻ വിടുന്നത് വരെ ആ കുഞ്ഞ് ഇറങ്ങിയിട്ടില്ല? ഇല്ല. അപ്പോൾ പാറശാലയിൽ ഇറങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാണ്. പിന്നെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നതൊക്കെ ആൺകുട്ടികളും പുരുഷന്മാരും ഒക്കെയാണ്? അതെ. അതിനുശേഷമുള്ള നമുക്കറിയില്ല. ഇത്ര പാറശാലയിലുള്ള നമുക്കറിയാം, അതിനുശേഷമുള്ള അറിയില്ല. ഈ പാറശാലയിൽ കുറെ ആളുകൾ ഇറങ്ങിയോ ആ കമ്പാർട്ട്മെന്റിൽ? പാറശാലയിൽ നിന്ന് കുറച്ചുപേര് ഇറങ്ങിയായിരുന്നു ആ കമ്പാർട്ട്മെന്റിൽ നിന്ന്. പിന്നെ പിന്നിലുണ്ടായിരുന്ന ആളുകളൊക്കെ മറ്റു ഭാഷകൾ, അതായത് മലയാളവും തമിഴും അല്ലാത്ത ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു? അതെ. നവ്യക്ക് എന്താണ് തോന്നുന്നത്? ഈ കുഞ്ഞ് കന്യാകുമാരിയിൽ ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ എത്തിയെന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റേഷനിലൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പാറശാലയിലുള്ള ഒരു കാര്യം എനിക്കറിയാം, അതിനുശേഷമുള്ള എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നവ്യക്ക് ആ കുഞ്ഞിനെ ഇപ്പോൾ തോന്നുന്നുണ്ടോ ഒന്ന് സംസാരിക്കേണ്ടിയിരുന്നു എന്ന്? സംസാരിക്കാൻ നമ്മൾ അപ്പൊ ട്രൈ ചെയ്തു, പക്ഷേ ലാംഗ്വേജ് അവരെ കാണുമ്പോഴേ മനസ്സിലാവും. ലാംഗ്വേജ് പ്രശ്നമായോണ്ടാണ് നമ്മളൊന്നും സംസാരിക്കാൻ പോയത്. പിന്നെ ആ കൊച്ചിന്റെ ഒരു നോട്ടം എല്ലാം നമ്മളെ തുറച്ച് നോക്കിക്കൊണ്ടായിരുന്നേ. കുഞ്ഞല്ലേ, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ. അത് പിന്നെ സംസാരിക്കാൻ ലാംഗ്വേജും അറിയില്ല, അതുകൊണ്ടാ. ഇപ്പോ ബബിതയ്ക്കും നവ്യയ്ക്കും ഒക്കെ ഒരു വിഷമം തോന്നുന്നുണ്ടാവല്ലേ, കാരണം നിങ്ങളാണ് അവസാനമായിട്ട് ആ കുഞ്ഞിനെ കണ്ടത്. അതെ. പക്ഷെ നിങ്ങൾ ആ ചിത്രം എടുത്തത് നന്നായി. ബബിതയോട് പറയൂ, കാരണം ആ കുഞ്ഞ് എവിടെയാണ് എന്നുള്ളതിൽ ആകെ ഒരു തുമ്പ് കിട്ടിയിരിക്കുന്നത് ആ ചിത്രം മാത്രമാണ്. അതെ അതെ. ഈ അൺറിസർവ്ഡ് കോച്ചുകൾ 4 ഉണ്ട് ഐലൻഡ് എക്സ്പ്രസിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏത് ഭാഗത്താണ് നിങ്ങൾ കയറിയത്? മുന്നിലാണോ പിന്നിലാണോ? എൻജിൻ അടുത്താണോ പിന്നിലാണോ? മുന്നിലാണ്. എൻജിൻ ഭാഗത്താണ്. അതെ. എൻജിൻ ഭാഗത്തെ ആദ്യത്തേതിലാണോ രണ്ടാമത്തേതിലാണോ? മൂന്നാമത്തെ എന്തോ ആണ്. അതായത് എൻജിൻ കഴിഞ്ഞ് 1, 2, 3 അങ്ങനെയാണ് വരുന്നത്. അതിൽ രണ്ട് കോച്ചുകളുണ്ട്. അതിന് ക്ലിയർ അറിയില്ല ജനറൽ കോച്ച് ഏതൊക്കെയാണ്. ജനറൽ എങ്ങനെ തിരക്കുണ്ടായിരുന്നോ? തിരക്കില്ലായിരുന്നു. സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിലും നമുക്ക് സീറ്റുകൾ ഇപ്പുറത്തെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സീറ്റ് ഫ്രീ ആണ്. ഓക്കെ, വളരെയധികം നന്ദി നവ്യ പ്രതികരിച്ചതിന്. സീറ്റുകളിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നവ്യ ഇപ്പോൾ പങ്കുവച്ചത്. കുഞ്ഞിനെ കണ്ട നവ്യ പാറശാലയിൽ ഇറങ്ങുമ്പോൾ ട്രെയിന് പുറത്തിറങ്ങി നവ്യ ഉറപ്പാക്കി കുഞ്ഞ് ട്രെയിനിൽ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന അതിൽ മറ്റ് യാത്രക്കാരൊക്കെ അൺറിസർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് പോയ ആളുകളുള്ള ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ അതൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നത് കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് CCTV ആണ് ഇനി മുന്നിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്.